ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു കേന്ദ്ര സർക്കാർ ജോലിയുടെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായിട്ടാണ്. കാരണം ഈ വേക്കൻസീസ് ഒക്കെ വന്നിട്ടുള്ളത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കീഴിലുള്ള കസ്റ്റംസിലാണ്. കസ്റ്റംസിൽ ഇപ്പോൾ സ്റ്റാഫ് കാർ ഡ്രൈവർ എന്നൊരു പൊസിഷനിൽ 28 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അവർ ചോദിക്കുന്ന യോഗ്യത എന്താണ്, ഇതിന്റെ മറ്റു ഡീറ്റെയിൽസ്, സാലറി സ്കെയിൽ എങ്ങനെയാണ്, അതുമാത്രമല്ല ഇതൊരു സ്ഥിര നിയമനം കൂടിയാണ്. സോ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞു, ഓഫീസ് ഓഫ് ദ കമ്മീഷണർ ഓഫ് കസ്റ്റംസിലാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ കസ്റ്റംസ് വരുന്നത്. സ്റ്റാഫ് കാർ ഡ്രൈവർ ഓർഡിനറി ഗ്രേഡിലാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് വരുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്, അതായത് ഇവരുടെ സ്ഥിര നിയമനമാണ്. ഇതിന്റെ പ്ലേസ് ഓഫ് വർക്കിംഗ് വരുന്നത് മുംബൈയിലാണ്. 28 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജനറലിന് 13 ഒഴിവും, OBCക്ക് 7 ഒഴിവും, SC ഷെഡ്യൂൾഡ് കാസ്റ്റ് കാൻഡിഡേറ്റ്സിന് 4 ഒഴിവും, ഷെഡ്യൂൾഡ് ട്രൈബ് കാൻഡിഡേറ്റ്സിന് 2 ഒഴിവും, EWS കാൻഡിഡേറ്റ്സിന് 2 ഒഴിവ് എന്നിങ്ങനെ ഇതിന് റിസർവ്ഡ് ആണ്. ഇതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് അവർ ചോദിക്കുന്നത് പൊസിഷൻ ഓഫ് എ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ മോട്ടോർ കാർസ് ആണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ SSLC ആണ്. 10th യോഗ്യത വേണം. അതുമാത്രമല്ല മോട്ടോർ ഡ്രൈവർ കാർ ജോലി ആയതുകൊണ്ട് ഡ്രൈവർ മോട്ടോർ കാർ ലൈസൻസ് നിങ്ങൾക്ക് വേണം. വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് വേണമെന്നാണ് അവർ പറയുന്നത്. അതുമാത്രമല്ല, അത് കൂടാതെ ഒരു മോട്ടോർ മെക്കാനിസത്തിലുള്ള ബേസിക് നോളേജ്, അത് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും വേണ്ട, ഒരു ബേസിക് മോട്ടോർ മെക്കാനിസത്തിലുള്ള നോളേജ് ആണ് അവർ ചോദിക്കുന്നത്. അതുകൂടാതെ 3 വർഷം ആ ഒരു ഡ്രൈവിംഗ് മേഖലയിലുള്ള എക്സ്പീരിയൻസ് കൂടിയാണ് അവർ ഈ ഒരു പോസ്റ്റിന് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഹോം ഗാർഡോ സിവിൽ വോളണ്ടിയറോ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഡിസൈറബിൾ ആണ്. അത് നിർബന്ധം പറയുന്നില്ല, ബട്ട് ഡിസൈറബിൾ ആണ്, അഭിലഷണീയമാണ് എന്നാണ് അവർ പറയുന്നത്. ഇതിന്റെ ഏജ് ലിമിറ്റ്, പ്രായപരിധി നോക്കുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 27 വയസ്സാണ് ഇതിന്റെ ഒരു ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിന്റെ നിയമനം നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഇനിഷ്യൽ ഒരു പ്രൊബേഷൻ പീരീഡ് വരും. 2 വർഷമാണ് പ്രൊബേഷൻ പീരീഡ് വരുന്നത്. ഇതിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്നത് നിങ്ങൾ തപാൽ വഴിയാണ് അയക്കേണ്ടത്. സ്പീഡ് പോസ്റ്റോ രജിസ്റ്റേർഡ് പോസ്റ്റോ ആയിട്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്, നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അപേക്ഷ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 20/2/2024 ആണ്. സോ ആ ഒരു ഡേറ്റിന് മുന്നേ എത്തുന്ന രീതിയിൽ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രദ്ധിക്കുക. മറ്റ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം വരുന്നുണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ ഫോം മാനുവലി ഫില്ല് ചെയ്തിട്ടാണ് നിങ്ങൾ അയക്കേണ്ടത്. സെലക്ഷൻ ഓഫ് കാൻഡിഡേറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ റിട്ടേൺ എക്സാമിനേഷൻ. ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാവും. റിട്ടേൺ എക്സാമിനേഷന്റെ ലാംഗ്വേജ് ചോദിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിലുണ്ടാവും, അതേപോലെ ഹിന്ദിയിലുമാണ്. ഈ 2 ലാംഗ്വേജിലാണ് വരുന്നത്. അതുകൂടാതെ നിങ്ങൾ അതിന് ക്വാളിഫൈ ആവുകയാണെങ്കിൽ അതിനുശേഷം നിങ്ങൾക്കൊരു ഡ്രൈവിംഗ് ടെസ്റ്റും വരും. അതുകൂടാതെ ബേസിക് മോട്ടോർ മെക്കാനിസത്തിലുള്ള നിങ്ങളുടെ ഒരു നോളേജ് കാര്യം അവർ ചെക്ക് ചെയ്യുന്നതാണ് എന്നൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. അപേക്ഷ സമർപ്പിക്കുന്ന ടൈമിൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം കറക്റ്റ് ആയിട്ട് സൈൻ ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ ഡോക്യുമെന്റ്സ്, അതായത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ പ്രായം, അതേപോലെ നിങ്ങളുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്, ഡ്രൈവിംഗ് ലൈസൻസ്, ഇതിന്റെയൊക്കെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് കൂടി നിങ്ങൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ അയക്കാനും. ഇനി സംവരണ വിഭാഗത്തിൽ വരുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ആ ഒരു സംവരണ സർട്ടിഫിക്കറ്റ്, അത് ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്ത് നിന്ന് കിട്ടിയ ആ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണം എന്നൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. പിന്നെ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കേണ്ട ഒരു സ്പേസ് വരുന്നുണ്ട്. ആ ഫോട്ടോ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. അതുകൂടാതെ മറ്റൊരു ഫോട്ടോ നിങ്ങൾ അഡീഷണൽ ആയിട്ട് വെക്കുക. സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വേണം അത് വെക്കാനായിട്ട്. പിന്നെ പറയാനുള്ള മറ്റു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതിലേക്ക് അപേക്ഷ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, 20/2/2024 ആണ് വരുന്നത്. അത് നിങ്ങൾക്ക് ഓർഡിനറി പോസ്റ്റോ സ്പീഡ് പോസ്റ്റോ വഴി അയക്കാവുന്നതാണ്. മാക്സിമം സ്പീഡ് പോസ്റ്റ് വഴി അയക്കുക, കാരണം ലാസ്റ്റ് ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് ശേഷമാണ് അവിടെ അപേക്ഷ ലഭിക്കുന്നതെങ്കിൽ അവരൊരിക്കലും അത് അംഗീകരിക്കില്ല. സോ മാക്സിമം പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ കാണുന്നതാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോം വരുന്നത്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ഇത് കയറിയാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം വളരെ സിമ്പിൾ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. സോ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യുക. അതുമാത്രമല്ല, ആ ഡൗൺലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റിൽ എൻ്റെ ഡീറ്റെയിൽസ്, ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഒന്നും കൂടി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. സോ നല്ലൊരു അവസരമാണ്. ഡ്രൈവിംഗ് മേഖലയിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് വളരെ നല്ലൊരു അവസരമാണ്. കേന്ദ്ര സർക്കാർ ജോലിയാണ്, കസ്റ്റംസിലാണ് വരുന്നത്. സോ ഇൻ ഫ്യൂച്ചർ ട്രാൻസ്ഫർ ഒക്കെ വാങ്ങി നമ്മുടെ കേരളത്തിലൊക്കെ വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക.
സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്